PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ SCERT പാഠപുസ്തകമാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം SCERT പാഠപുസ്തകം എന്ന് പറയുന്നത് ഏതൊരു PSC പരീക്ഷയ്ക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ നമ്മൾ എല്ലാ പാഠപുസ്തകങ്ങളും പഠിച്ചിരിക്കണം. പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ്, മാത്സും കൂടെ പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. സയൻസും സോഷ്യൽ സയൻസും എന്തായാലും പഠിക്കണം. കാരണം അതിൽ നിന്നൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം പാഠപുസ്തകങ്ങളിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം വന്നിരിക്കുന്നത് 5, 7, 9 എന്നീ ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറിയ പാഠപുസ്തകങ്ങളും പഠിക്കണം, ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പാഠപുസ്തകങ്ങളും പഠിക്കണം. 6, 8, 10 എന്നീ ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾക്ക് യാതൊരു മാറ്റവും ഇല്ല. പാഠപുസ്തകങ്ങളാണ് നേരത്തെ ഉണ്ടായിരുന്ന പാഠപുസ്തകമാണ് ഇപ്പോഴും പഠിപ്പിക്കുന്നത്. പക്ഷേ 5, 7, 9 ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ മാറിയ പാഠപുസ്തകങ്ങളും നേരത്തെ ഉണ്ടായിരുന്ന പാഠപുസ്തകങ്ങളും നിങ്ങൾ പഠിക്കണം. കാരണം രണ്ടിൽ നിന്നും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇനി മുതൽ പഠിക്കാൻ പോകുന്നത് മാറിയ പാഠപുസ്തകങ്ങളാണ് കേട്ടോ. അതിൽ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തേക്കുന്നത് സോഷ്യൽ സയൻസ് ആണ്. 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും സോഷ്യൽ സയൻസ് പാഠപുസ്തകങ്ങൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ മാറിയ പാഠപുസ്തകങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പരിചയപ്പെട്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും വെച്ചിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇന്നത്തെ ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ പാഠപുസ്തകം നന്നായി പഠിക്കാം. അപ്പോൾ നിങ്ങൾ 10th പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 10th പ്രിലിംസിന് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് റെഡിയാണ്. LGSന് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ്, അതുപോലെ കേറ്റഡ് കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാണ്. LP സ്കൂൾ അസിസ്റ്റൻറ്റ് MCA പരീക്ഷ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കും തയ്യാറാണ് കേട്ടോ. ഈ പറയുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ മെസ്സേജ് അയച്ചതിന് ശേഷം വാട്സപ്പിൽ ഹായ് അയയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ബാങ്ക് ആണോ വേണ്ടത് അത് മെൻഷൻ ചെയ്ത് അയക്കാനും മറക്കല്ലേ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. 10th പ്രിലിംസ്, LGS, LP UP മിഷൻ 2026-27, HSA തുടങ്ങിയ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പാണ്. ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 5ാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാൻഡേർഡ് 5ലെ SCERT സോഷ്യൽ സയൻസിൻ്റെ 1ഉം 2ഉം ചാപ്റ്റേഴ്സാണ് പഠിച്ചത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കണം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3ഉം 4ഉം ചാപ്റ്റേഴ്സാണ് സ്റ്റാൻഡേർഡ് 5 സോഷ്യൽ സയൻസിൻ്റെ പഠിക്കാൻ പോകുന്നത്. 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നമുക്ക് പഠിക്കാം. ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായിട്ടുള്ള തൊഴിൽ വൈവിധ്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തൊഴിൽ വൈവിധ്യങ്ങളെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ പലതരത്തിലുള്ള തൊഴിലുകളുണ്ടല്ലേ നമ്മുടെ സമൂഹത്തിൽ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ പലതരത്തിലുള്ള തൊഴിലുകൾ ചെയ്യുന്നവർ ഉണ്ട്. അപ്പോൾ വിവിധ തരത്തിലുള്ള ആളുകൾക്കും എന്താണ് അവരുടെ തൊഴിൽ വൈവിധ്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവും ലഭിക്കുന്നു. അധ്യാപനം, കച്ചവടം, സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ വ്യക്തികൾക്ക് പ്രതിഫലമായി പണം ലഭിക്കുന്നു. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായി വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് എന്നറിയപ്പെടുന്നത് വരുമാനമെന്ന് അറിയപ്പെടുന്നത്. ഇങ്ങനെ പണം പ്രതിഫലമായി ലഭിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുക. അപ്പോൾ വരുമാനം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കൂലിയും ശമ്പളവും എന്താണ് നമുക്ക് നോക്കാം. വരുമാനത്തിന് വ്യക്തിക്ക് ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. വരുമാനത്തിന് വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? തൊഴിൽ എന്ന് വിളിക്കുന്നത്. വരുമാനത്തിന് വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു. അപ്പോൾ തൊഴിലിന് പ്രതിഫലം എന്തായിട്ട് ലഭിക്കുന്നു? കൂലിയായിട്ടോ ശമ്പളമായിട്ടോ ആണ് ലഭിക്കുന്നത്. വ്യക്തിയുടെ പ്രധാന വരുമാന മാർഗ്ഗങ്ങളിൽ ഒന്ന് എന്താണ്? തൊഴിലാണല്ലോ. വ്യക്തിയുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗമാണ് തൊഴിലെന്ന് പറയുന്നത്. ഇനി കൂലിയും ശമ്പളവും നോക്കാം. കരാറ് പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിനെ തൊഴിലുടമകൾ തൊഴിലാളി നൽകുന്ന പ്രതിഫലം ആണ് കൂലി. കരാറ് പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളികൾക്ക് നൽകുന്ന പ്രതിഫലം ഏതു പേരിൽ അറിയപ്പെടുന്നു? കൂലി എന്ന പേരിൽ അറിയപ്പെടുന്നു. മണിക്കൂറുകളുടെയോ ദിവസവേതനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂലി നിശ്ചയിക്കാൻ നൽകുന്നത്. ആ മണിക്കൂറുകളുടെയോ ദിവസവേതനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്
നിശ്ചയിക്കപ്പെടുന്നത്? കൂലി നിശ്ചയിക്കപ്പെടുന്നത്. എന്നാൽ പ്രതിമാസം അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം എന്ന് പറയുന്നത്. അപ്പോൾ കരാറ് പ്രകാരം സേവനങ്ങൾ നിർവഹിച്ച തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലം അത് കൂലിയാണല്ലേ. മണിക്കൂറുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ കൂലി നിശ്ചയിച്ച് നൽകുന്നത്. എന്നാൽ പ്രതിമാസം അടിസ്ഥാനത്തിൽ ശമ്പളം നൽകുകയാണെങ്കിൽ ജോലിക്ക് എന്താണ് ആ ഒരു ഉടമ പ്രതിമാസമായിട്ടൊരു നിശ്ചിത മാസത്തിലാണ് നൽകുന്നതെങ്കിൽ അതിനെ നമുക്ക് ശമ്പളം എന്നും വിളിക്കാവുന്നതാണ്. ഇനി വരുമാന സ്രോതസ്സുകൾ നോക്കാം. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്ന വിവിധതരം തൊഴിലൂടെയാണല്ലോ. കൃഷി, ബിസിനസ്, ബാങ്ക്, നിക്ഷേപങ്ങൾ, ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനം വസ്തുക്കളാണ് വരുമാന സ്രോതസ്സുകൾ എന്ന് വിളിക്കുന്നത്. വരുമാന സ്രോതസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വരുമാനം ലഭിക്കുന്ന വസ്തുക്കളോ അധ്വാനവുമാണ് നമ്മൾ വരുമാന സ്രോതസ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എവിടെ നിന്നാണ് ഇൻകം കിട്ടുന്നത് ആ ഒരു സോഴ്സിനെയാണ് നമ്മൾ വരുമാന സ്രോതസ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആസ്തികൾ എന്താണ്? വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്ന് പറയുന്നത്. കെട്ടിടങ്ങൾ, വസ്തുക്കൾ തുടങ്ങിയവയൊക്കെ ആസ്തികൾക്ക് ഉദാഹരണമാണ്. വിവിധ തരത്തിലുള്ള ധനവിഭവങ്ങളെയാണ് നമ്മൾ ആസ്തികൾ എന്ന് പറയുന്നത്. കെട്ടിടങ്ങളായാലും വസ്തുക്കൾ തുടങ്ങിയവയൊക്കെ എന്താണ്? ആസ്തിക്ക് ഉദാഹരണമാണ്. ഇനി വരുമാന സ്രോതസ്സുകളും എങ്ങനെ വരുമാനം ലഭിക്കുന്നത് നമുക്ക് നോക്കാം. കൃഷിക്ക് എന്താണ്? വിളയാണ് ലഭിക്കുന്നത്. തൊഴിലിനാണെങ്കിൽ കൂലി അല്ലെങ്കിൽ ശമ്പളം. ബിസിനസ് ആണെങ്കിൽ ലാഭം. ബാങ്ക് നിക്ഷേപമാണെങ്കിൽ പലിശ. ആസ്തികൾക്കാണെങ്കിൽ വാടക അല്ലെങ്കിൽ പാട്ടമായിരിക്കും. ഓഹരി നിക്ഷേപങ്ങൾക്ക് ലാഭവിഹിതമായിരിക്കും. അപ്പോൾ കൃഷിക്ക് വിളയാണ് ലഭിക്കുന്നത്. തൊഴിലിനാണെങ്കിൽ കൂലി അല്ലെങ്കിൽ ശമ്പളം ലഭിക്കും. ബിസിനസ്സിനാണെങ്കിൽ ലാഭം ലഭിക്കും. ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പലിശ ലഭിക്കും. ആസ്തികൾക്ക് വാടക അല്ലെങ്കിൽ പാട്ടമാണ് ലഭിക്കുക. ഓഹരി നിക്ഷേപങ്ങൾക്ക് ലാഭവിഹിതമായിരിക്കും ലഭിക്കുക. ഇനി വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും നമുക്ക് നോക്കാം. വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമായിരിക്കുന്ന പോലെ അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എന്താണ്? വരുമാന സ്രോതസ്സുകൾ പല ആൾക്കും പലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വരുമാന സ്രോതസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന വരുമാനം എങ്ങനെ തന്നെയായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാൻ കഴിയും. ഉദാഹരണത്തിന് കൃഷിയിൽ ഏർപ്പെടുന്ന വ്യക്തിക്ക് തൻ്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന പലിശയും കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന ലാഭവും വ്യക്തിയുടെ വരുമാനമാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് എന്താണ്? നാനാ മേഖലയിൽ നിന്ന് വരുമാനമുള്ളവരുണ്ടായിരിക്കാം, ഒരു മേഖലയിൽ നിന്ന് മാത്രം വരുമാനമുള്ളവരുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മൾ എങ്ങനെ മറ്റുള്ളവരിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നൊരു വ്യക്തിയുടെ കാഴ്ചപ്പാടിനനുസരിച്ച് നമുക്ക് വരുമാനത്തെ വരുമാന സ്രോതസ്സുകൾ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇത്തരം തൊഴിലാളികളുടെയും തൊഴിലിത മാർഗങ്ങളിലൂടെയും വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തിഗത വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിഗത വരുമാനമൊക്കെ എങ്ങനെ കോട്ട് ചെയ്യാം? ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? വ്യക്തിഗത വരുമാനം. എന്താണ് വ്യക്തിഗത വരുമാനം? ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനത്തെ വ്യക്തിഗത വരുമാനം എന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ വിവിധ വരുമാന സ്രോതസ്സുകൾ ചർച്ച ചെയ്യുമല്ലോ. ഇത്തരത്തിൽ ഒരു കുടുംബത്തെ അംഗങ്ങൾക്കെല്ലാം കൂടി നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം എന്ന് പറയുന്നത്. കുടുംബ വരുമാനം എന്ന് പറഞ്ഞതാണ് ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് എന്തെന്ന് വിളിക്കുന്നത്? കുടുംബ വരുമാനം എന്ന് വിളിക്കുന്നത്. ഇനി കാർഷിക തൊഴിലുകളെ പരിചയപ്പെടാം. പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷിയുടെ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത്തരത്തിൽ മൊത്തം തൊഴിലാളികൾ 46.5% പേർ കൃഷിയിൽ അനുബന്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്താണ്? പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയ കാർഷിക തൊഴിലുകളാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ കൃഷിയുടെ പ്രധാന പങ്കും എവിടെ നിന്നാണ് വഹിക്കുന്നത്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് കൃഷിയാണ് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികൾ 46.5% പേർ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഇനി കാർഷികേതര തൊഴിലുകൾ. കാർഷിക തൊഴിലുകളിൽ ഏർപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയും കാർഷികേതര തൊഴിലായി പരിഗണിക്കാം. അത് കൃഷിയല്ലാതെ മറ്റ് നമ്മൾ എന്ത് മേഖലയിൽ ജോലി ചെയ്താലും അതിനൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് എന്തെന്ന് വിളിക്കാം? കാർഷികേതര തൊഴിലുകൾ എന്ന് വിളിക്കാം. വ്യവസായ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകൾ വിവിധതരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളുമാണ്. വസ്തു നിർമ്മാണം, അതുപോലെ കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിങ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവയൊക്കെ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണമാണ്. അതായത് കൃഷി അല്ലാതെ മറ്റേത് തൊഴിൽ ഏർപ്പെടുന്ന വ്യക്തികളും ഏത് ഗണത്തിൽപ്പെടുന്നവരാണ്? കാർഷികേതര തൊഴിൽ എടുക്കുന്നവരിൽ പെടുന്നവരാണ്. ഇനി നമുക്ക് സ്വയം തൊഴിലിനെ കുറിച്ച് നോക്കാം കേട്ടോ. എന്താണ് ഈ സ്വയം തൊഴിൽ എന്ന് പറയുന്നത്?
നമ്മൾ സ്വയം, അതായത് വേറെ ഒന്നിൻ്റെ സഹായമില്ലാതെ വേറെ ഒരാളുടെ കീഴിൽ പോയി പണിയെടുക്കാതെ നമ്മൾ സ്വയം ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നു, സ്വയം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതൊക്കെ നമുക്ക് എന്ത് പറയാം, ഒരു സ്വയം തൊഴിലെന്ന് പറയാം അല്ലേ. ഏതെങ്കിലും ഒരു തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. അതായത് സ്വയം നമ്മൾ കണ്ടെത്തുന്ന ഒരു തൊഴിൽ. സ്വയം തൊഴിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വം നിർവഹിക്കണം. അപ്പോൾ എങ്ങനെയാണ്, ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് മുഴുവൻ റിസ്ക്കുകൾ നമ്മൾ വഹിക്കേണ്ടതുണ്ട്. ആ സമയം നമ്മളൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജോലി കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ വീട്ടിലേക്ക് വന്നു, പിന്നെ നമ്മുടെ ടെൻഷനൊക്കെ കഴിഞ്ഞു, പിന്നെ ആ ഒരു ജോലിയുമായി സംബന്ധമായ കാര്യങ്ങളൊന്നും മെജോറിറ്റി ആളുകൾക്കും കാണില്ല. പക്ഷേ ഒരാൾ തൊഴിലാളിയും അതേസമയം ആ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാവുമ്പോഴെന്താണ്, ആ ഒരു റിസ്ക് തീരുന്നതേ ഇല്ല. സ്വയം തൊഴിലാളി വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും. നിങ്ങളുടെ പ്രദേശ വ്യക്തികൾ ഒറ്റയ്ക്കോ കൂട്ടമായി നടത്തുന്ന പലചരക്ക് കടകൾ, തുന്നൽ കടകൾ, പലഹാര കടകൾ തുടങ്ങിയവ കാണാറില്ലേ? ഇതൊക്കെ സ്വയം തൊഴിൽ സംരംഭ ഉദാഹരണങ്ങളാണ്. മറ്റു ചില ഉദാഹരണങ്ങൾ കൂടെ കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രാജ്യ സാമ്പത്തിക വളർച്ചയ്ക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ വഹിക്കുന്ന വളരെ വലിയ പങ്ക് വഹിക്കുന്നു. അതിനായി സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ വിവിധ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ ആ കുറച്ച് പരിപാടികളുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നവജീവൻ പദ്ധതി, എന്തായാലും കൈവല്യ, ശരണ്യ എന്നൊക്കെ പറയുന്ന സ്വയം തൊഴിൽ കണ്ടെത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ പദ്ധതിയാണ്. നവജീവൻ പദ്ധതി ഉപഭോക്താക്കൾ മുതിർന്ന പൗരന്മാരായിരിക്കും. കൈവല്യയുടെ ഉപഭോക്താക്കൾ ഭിന്നശേഷിക്കാരായിരിക്കും. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൈവല്യ എന്ന് പറയുന്ന പദ്ധതിയുടെ ഉപഭോക്താവ് ആര് എന്ന് 4 ഓപ്ഷൻ നമുക്കത് അറിഞ്ഞിരുന്നാൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കും ഈ ഒരു ചാപ്റ്ററൊക്കെ എന്ത് സിമ്പിൾ ചാപ്റ്ററാണ്, ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, എന്ന് എന്ത് ചോദ്യം വന്നാലും എഴുതാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ സിമ്പിൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് മാർക്ക് വരിക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഓർത്ത് തന്നെ വേണം പഠിക്കാൻ. അപ്പം നവജീവൻ പദ്ധതിയുടെ ഗുണഭോക്താവ് ആരാണ്? മുതിർന്ന പൗരന്മാരാണ്. കൈവല്യയുടെ ഉപഭോക്താവ് ഭിന്നശേഷിക്കാരാണ്. ശരണ്യയുടെ ഉപഭോക്താക്കൾ വനിതകളാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് വേണ്ടി ഗവൺമെൻറ് സപ്പോർട്ട് നൽകുന്ന സ്കീമുകളാണ് ഈ കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി ചായ്പ തുടങ്ങിയ പലഹാര നിർമ്മാണം. മലപ്പുറം ജില്ലയിലെ കർഷക കുടുംബത്തിൽ ജനിച്ച അനു സ്വന്തം വീട്ടിൽ നിന്നാണ് സ്വയം തൊഴിൽ സംരംഭം ആരംഭിച്ചത്. വീട്ടിലെ ചായ്പിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി സാധാരണ പലഹാര ഇനങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയാണ്. ക്രമേണ ആവശ്യക്കാർ കൂടി വന്നു. ഇന്ന് 60ഓളം ഇനം പലഹാരം നിർമ്മിച്ച് വിൽക്കുന്നു. വർഷത്തിൽ 11 കോടിയോളം രൂപയുടെ കച്ചവടമാണ് നടക്കുന്നത്. പ്രതിമാസം 50,000 രൂപ സമ്പാദിക്കുന്ന വീട്ടമ്മ. പെയിന്റിംഗ് ഹോബിയെ ബിസിനസ് തലത്തേക്ക് കൊണ്ടുവന്ന വിജയം കൊയ്ത് സംരംഭകയാണ് സജിത. ഫാബ്രിക് പെയിന്റിംഗ് ബിസിനസ്. സാരികൾ, ഷർട്ടുകൾ, ചുരിദാറുകൾ, കുട്ടികളുടെ വസ്ത്രങ്ങൾ എന്നിവയുടെ മനോഹരമായി പ്രിന്റ് ചെയ്യുന്ന ഫാബ്രിക് പെയിന്റിങ്ങിന് ഒരു ഹോബി എന്ന നിലയിൽ നിന്ന് ബിസിനസ് ആക്കി വികസിപ്പിച്ച് വിജയിച്ചു. ഇപ്പോൾ പ്രതിമാസം 50,000 രൂപ സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്, നമുക്കും വേണമെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ കഴിവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കും സ്വയം തൊഴിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. വസ്ത്രത്തിൻ്റെ നാൾവഴികൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ബേസിക് നീഡിൽ ഒന്നാണ്. ഏത്? വസ്ത്രം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു വസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് കേട്ടോ ഇത്. ഇതിനകത്ത് നമുക്കറിയാം ഇത് 5ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. ഒത്തിരി ആക്ടിവിറ്റി ബേസ്ഡാണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഈ പറയുന്ന ആക്ടിവിറ്റി യാതൊരു ആക്ടിവിറ്റീസിൻ്റെയും ആവശ്യമില്ല. നമുക്ക് എന്ത് മാത്രം മതി, മെയിൻ പോയിൻറ്റുകളും മെയിൻ ഫാക്റ്റുകളും മാത്രം നമ്മൾ എടുത്താൽ മതി. ഇതുണ്ട്, അതൊക്കെ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസാണ്. അതുകൊണ്ട് നമ്മൾ അതൊന്നിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ എന്താണ്, മനുഷ്യൻ്റെ ആദ്യകാല വസ്ത്രങ്ങളാണല്ലേ പറയുന്നത്. ആദ്യകാല വസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ മൃഗങ്ങളുടെ തോല് കൊണ്ടും പച്ചിലകൾ കൊണ്ടും ഉണക്കിലകൾ കൊണ്ടും ഒക്കെയാണ് മനുഷ്യൻ ആദ്യകാലങ്ങളിൽ വസ്ത്രം ധരിച്ചിരുന്നത്. വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ച വസ്തുക്കളായിരുന്നു മനുഷ്യൻ വസ്ത്രങ്ങളായി ഉപയോഗിച്ചിരുന്നത്. പുല്ല്, ഇലകൾ, മരത്തോൾ, മൃഗങ്ങളുടെ തോൽ എന്നിവ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കി. മൃഗങ്ങളുടെ കൊമ്പ്, എല്ല് എന്നിവ സൂചികളാക്കി വസ്ത്രനിർമ്മാണത്തിന് ഉപകരണങ്ങളാക്കി. മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളാക്കി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ തുന്നുന്നതിന് കൽസൂചി സഹായിച്ചു. മൃഗങ്ങളുടെ തോല്, രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ വസ്ത്രമാക്കി ഉപയോഗിച്ചു. അപ്പോൾ ആദ്യകാലത്തിൽ മനുഷ്യരുടെ വസ്ത്ര രീതിയെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. മൃഗങ്ങളുടെ തോലും അതുപോലെ തന്നെ മറ്റു ചെടികളുടെയൊക്കെ ഇലകളൊക്കെ വച്ചിട്ടും പിന്നെ എന്താണ് മൂർച്ചയേറിയ കല്ലുകൾ സൂചികളാക്കിയും മൃഗങ്ങളുടെ എല്ലും മുള്ളൊക്കെ സൂചികളൊക്കെ ആക്കിയും ഒക്കെ വസ്ത്രം നെയ്താണ് ആദിമകാല മനുഷ്യൻ വസ്ത്രങ്ങളൊക്കെ
ഇട്ടിരുന്നത്. പിന്നീട് നെയ്ത്ത് വിദ്യയിലേക്കൊക്കെ വരുന്നത്. സിന്ധു നദീതടത്തിലെ വസ്ത്രം. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദി സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം. സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകൾ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ്. അവിടെ നിന്ന് ലഭിച്ച കുപ്പായം അണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനങ്ങളുടെ വസ്ത്രരീതിയെ പ്രതിഫലിപ്പിക്കുന്നു. പരുത്തി ഇവിടെ നിന്നും മറ്റു ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായി കരുതപ്പെടുന്നു. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ സിന്ധു സംസ്കാര കേന്ദ്രങ്ങളിലൊക്കെ എന്താണ് വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു, അല്ലെങ്കിൽ ഇന്ന രീതിയായിരുന്നു അവിടെ വസ്ത്രം എന്നൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലായി? അവിടെ ഉൽക്കരണം ചെയ്യപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള വസ്തുക്കൾ, അതായത് പാവകളിലൊക്കെ കുത്തിവെച്ചിട്ടായിരുന്ന വസ്ത്രങ്ങളൊക്കെ വച്ചിട്ടാണ് നമുക്ക് അവിടുത്തെ വസ്ത്ര രീതി ഇങ്ങനെ ആയിരുന്നു എന്ന് നമ്മൾ അനുമാനിക്കുന്നത്. കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിച്ചു. ആദ്യകാലത്ത് പരുത്തിയിൽ നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂലുപയോഗിച്ച് കൈകൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരിക്കുന്നത്. മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാകാം നൂൽ കൊണ്ട് നെയ്തെടുത്ത തുണികൾ എന്ന തിരിച്ചറിവ് നെയ്ത്ത് വസ്ത്രങ്ങളുടെ വ്യാപനത്തിനിടയാക്കി. മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു. മനുഷ്യരുടെ വസ്ത്ര ആവശ്യം വർദ്ധിച്ചത് നെയ്ത്ത് ഉപകരണങ്ങളുടെ കണ്ടുപിടുത്തം വഴി തെളിച്ചു. ഇത് നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിച്ചു. നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികൾ കൈത്തറി തുണികൾ എന്നൊക്കെ പേരിലൊക്കെ അറിയപ്പെടാനായിട്ട് കണ്ടു തുടങ്ങി. ഇതൊക്കെയാണ് കൈത്തറി എന്ന് പറയുന്നത്. ആദ്യകാല നൂൽനൂൽപ്പ് യന്ത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണത്ത് മുന്നേറ്റം ഉണ്ടാക്കി. നീലം ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾ നിറം നൽകി. കാലക്രമേണ തുണി നെയ്യുന്ന വിദ്യ കൂടുതൽ പ്രചാരത്തിലാക്കി മാറി. അപ്പോൾ ഓരോ കാലഘട്ടങ്ങൾ കഴിഞ്ഞ് പോകുന്നതോറും വസ്ത്രങ്ങളും അതിനനുസരിച്ച് ഫാഷനൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. കൈത്തറിയുടെയൊക്കെ കണ്ടുപിടുത്തം എന്താണ്, ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ വസ്ത്രമേഖലയിലൊക്കെ ഉണ്ടാക്കുന്നതിന് കാരണമായി. ലോകവ്യാപകമായ വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി. പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു. അപ്പോൾ ലോകവ്യാപകം വസ്ത്രങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കുന്ന എന്താണ്, വസ്തുപരുത്തിയാണല്ലേ. പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പരുത്തി പഞ്ഞി എന്ത് ചെയ്യുന്നു, നൂലാക്കിയായിട്ടാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പ്രാചീന കാലം മുതൽ ഇന്ത്യ പരുത്തി കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊന്നാണ് ചണം എന്ന് പറയുന്നത്. ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു പ്രകൃതിദത്ത നാരാണ് ചണം. ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിൽ ഫലഭൂഷ്ടമായ ഗംഗാ നദീരത്താണ്. തുണി വ്യവസായത്തിന് ഇന്ത്യയിൽ നിന്ന് ധാരാളമായി ചണം കൊണ്ടുപോയിരുന്നു. അപ്പോൾ ചണച്ചെടിയിൽ നിന്നൊക്കെ അതിൻ്റെ ചണം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പ്രകൃതിദത്ത നാരാണ് ചണം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിക്കുന്നതിന് മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? അത് നമ്മുടെ ഇന്ത്യയാണ്. ഇനി നീലം ചെടി. ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾ കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായ ഉപയോഗിച്ചിരുന്നു. പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വസ്ത്രങ്ങൾക്കൊക്കെ എന്ത് ചെയ്തിരുന്നത്, നിറങ്ങളൊക്കെ നൽകിയിരുന്നത്. അപ്പോൾ നീലം ചെടി ഒക്കെ നമുക്കറിയാം, ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിൽ നീലം കർഷകർ ഒരുപാട് കഷ്ടപ്പെടുത്തുകയും അതിന് തിക്തഫലമായിട്ട് കലാപങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത കാലഘട്ടം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ നീലം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്, വസ്ത്രങ്ങൾക്ക് നിറം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നീലം എന്ന് പറയുന്ന ചെടി ഉപയോഗിച്ചിരുന്നത്. നമ്മുടെ നാട്ടിൽ നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട്. കണ്ണൂർ, തിരുവനന്തപുരം ജില്ലകളിലെ ബാലരാമപുരം, തൃശ്ശൂർ ജില്ലയിലെ കുത്താംപള്ളി എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ്. കുത്താംപള്ളിയൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള കൈത്തറി കേന്ദ്രങ്ങളല്ലേ. ഇനി സ്പിന്നിങ് ജെന്നി. ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത്. കൈകൊണ്ടുള്ള നൂൽ ഉൽപ്പാദനം അക്കാലത്ത് വസ്ത്രവ്യാപാര ആവശ്യകത തികയുമായിരുന്നില്ല. സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂൽ ഉൽപ്പാദനം വേഗത്തിലാക്കി. അപ്പോൾ സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ആരാണ്? ഇത് ഇതാണ് PSCയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ആരാണ്? ജെയിംസ് ഹാർഗ്രീവ്സ് ആണ് സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്ന ഈ ഒരു ഉപകരണം കണ്ടുപിടിച്ചത്. ഇനി കൈത്തറി. എഡ്വേർഡ് കാർട്ട്നെറ്റ് ആണ് ഈ ഒരു കൈത്തറി യന്ത്രം കണ്ടുപിടിച്ചത്. വൈദ്യുതിയോ മറ്റേതെങ്കിലും ഊർജ്ജ സ്രോതസ്സിൻ്റെയോ സഹായത്താലാണ് ഈ ഒരു കൈത്തറി യന്ത്രം പ്രവർത്തിക്കുന്നത്. ഇതും തുണി ഉൽപ്പാദനത്തിൽ വിപ്ലവകരമായുള്ള മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ സാങ്കേതിക വിദ്യ ആയിരുന്നു അല്ലേ. യന്ത്രവൽക്കരണത്തിന് ഫലമായി കൂടുതൽ ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി. തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി. യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉൽപ്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിലേക്ക് എത്തിയൊക്കെ വിറ്റഴിപ്പിച്ചു. ഇനി യൂറോപ്യർ. ഭൂമിയിലെ 7 വൻകരകളിൽ ഒന്ന് യൂറോപ്പാണ്. ഈ വൻകരകളിലെ ജനങ്ങൾ തന്നെയാണ് യൂറോപ്പ് എന്ന് വിളിക്കുന്നത്. യൂറോപ്പിൽ നിന്ന് കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിയവരാണ് പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ എന്നിവർ. ഇന്ത്യയിൽ കോളനികളാക്കി മാറ്റി അവർ ഇവിടെ നിന്നും അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനികളാക്കി ഭരിച്ചിരുന്നത് ഇംഗ്ലീഷുകാരാണ്. അപ്പോൾ യൂറോപ്യന്മാരുടെ വരവൊക്കെ നമ്മൾ അറിയാവുന്ന കാര്യമാണല്ലോ. ഇംഗ്ലീഷുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, പോർച്ചുഗീസുകാർ, അങ്ങനെ എല്ലാവരും എന്തിനു വേണ്ടിയാണ് ഇന്ത്യയിലേക്ക് വന്നത്? ഇന്ത്യയിൽ അതിസമ്പന്നമായ അസംസ്കൃത വസ്തുക്കൾ
കണ്ടിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് വരുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് അതെല്ലാം പർച്ചേസ് ചെയ്ത് അവരെന്ത് ചെയ്തു, അവരുടെ നാട്ടിലേക്ക് കയറ്റുമതി ചെയ്യുകയും അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ അമിതമായി നികുതി കൊടുത്ത് നമ്മൾ വാങ്ങി ഉപയോഗിക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷുകാരാണ് ഇന്ത്യയെ നൂറുകണക്കിന് വർഷങ്ങൾ അടക്കി ഭരിച്ചിരുന്നല്ലേ, പിന്നീടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടുത്തെ അസംസ്കൃത വസ്തു കണ്ടിട്ടാണ് ഈ യൂറോപ്യൻ ശക്തികളെല്ലാം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും വസ്ത്രനിർമ്മാണത്തിൽ കാര്യമായി സ്വാധീനിച്ചു. വസ്ത്രങ്ങൾ ആവശ്യകതയിലുണ്ടായ വർധനവ് കൂടുതൽ നവീനമായ നെയ്ത്ത് യന്ത്രങ്ങളുടെ വികസനത്തിന് വഴിതെളിച്ചു. യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപ്പാദനം വർദ്ധിച്ചു. ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതും വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി. വസ്ത്രങ്ങൾ നിറം നൽകാൻ കൃത്രിമ ചായങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ആദ്യം കാലഘട്ടങ്ങളിൽ പണ്ടൊക്കെ എങ്ങനെയാണ്, നീലമാണ് ചെടികളിൽ ഉൽപ്പാദിച്ചിരുന്ന ഒരു നീലച്ചെടിയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന ചായമാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീടായപ്പോൾ കൃത്രിമ ചായക്കൂട്ടുകളൊക്കെ കണ്ടുപിടിച്ച് വസ്ത്രങ്ങൾക്കൊക്കെ നിറം നൽകുന്നതിനൊക്കെ കാരണമായിട്ട് തീർന്നു. ഇനി വസ്ത്രനിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന നാരുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനുമുമ്പ് വസ്ത്രനിർമ്മാണത്തിൽ പ്രകൃതിദത്ത നാരുകളും കൃത്രിമ നാരുകളും ഉപയോഗിക്കുന്നു. ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും പ്രകൃതിദത്ത നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുമാണ് പ്രകൃതിദത്ത നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കൃത്രിമ നാരുകൾ കണ്ടുപിടുത്തം വ്യത്യസ്ത ഘടനയും ഗുണമേന്മയുള്ള തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വഴിതെളിച്ചു. പോളിസ്റ്റർ, നൈലോൺ തുടങ്ങിയ കൃത്രിമ നാരുകളുടെ ഉപയോഗം കൂടുതൽ ഈട് നിൽക്കുന്നതും ചിലവ് കുറഞ്ഞതുമായ വസ്ത്രനിർമ്മാണത്തിന് സഹായിച്ചു. അപ്പോൾ വസ്ത്രനിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന നാരുകൾ ഏതൊക്കെയാണ്? ഒന്ന് പ്രകൃതിദത്ത നാരുണ്ട്, മറ്റൊന്ന് കൃത്രിമ നാരുകളുണ്ട്. പ്രകൃതിദത്ത നാരുകൾ ജന്തുക്കളിൽ നിന്ന് സസ്യങ്ങളിൽ നിന്ന് എടുക്കുന്നവയാണ്. ജന്തുക്കളിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ചെമ്പരി ആടിൽ നിന്ന്, കമ്പിളി ഒരു പുഴുവിൽ നിന്നും ഒക്കെ നൂലൊക്കെ എടുത്തിട്ടാണ് ജന്തുക്കളിൽ നിന്ന് ഈ ഒരു നാരുകൾ എടുക്കുന്നത്. സസ്യങ്ങളിൽ നിന്നാണെങ്കിലോ പരുത്തി ചാണം ചെടികളിൽ നിന്നാണ് ഈ നാരുകൾ എടുക്കുക. ഇനി കൃത്രിമ നാരുകൾ എങ്ങനെയാണ്, പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് കൃത്രിമ നാരുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രകൃതി നാരുകളേക്കാൾ കൃത്രിമ നാരുകൾ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് പൊതുവെ ചിലവ് കുറവാണ്, പെട്ടെന്ന് ചുളിവില്ല മേന്മയും ഇതിലുണ്ട്. ഉദാഹരണം പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്നിവയൊക്കെ കൃത്രിമ നാരുകൾക്ക് ഉദാഹരണമാണ്. വേണ്ടി ചോദിക്കാതെ താഴെ പറയുന്നവയിൽ കൃത്രിമ നാരുകൾക്ക് ഉദാഹരണത്തിൽ പെടുന്നത് ഏത്, പെടാത്തത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണ് കൃത്രിമ നാരുകൾ, ഏതൊക്കെയാണ് പ്രകൃതിദത്ത നാരുകൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രകൃതിദത്ത നാരുകൾ എങ്ങനെയൊക്കെയാണ്, ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നുണ്ട്. സസ്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ്, ചാണം പരുത്തിയിൽ നിന്നും എടുക്കുന്നു. ജന്തുക്കളിൽ നിന്നാണെങ്കിലോ ചെമ്മരി ആടിൽ നിന്നും പട്ടുനൂൽ പുഴുവിൽ നിന്നാണ് എടുക്കുന്നത്. കൃത്രിമ നാരുകളായിട്ടുള്ള പോളിസ്റ്റർ, നൈലോൺ, റയോൺ എന്നിവയൊക്കെ എന്താണ് എടുക്കുന്നത്, അതൊക്കെ പെട്രോളിയം പോലുള്ള രാസവസ്തുക്കളിൽ നിന്നാണ് എടുക്കുന്നത്. ഇനി വസ്ത്രങ്ങളിലെ വൈവിധ്യം, ഓരോ ജോലിക്ക് അനുസരിച്ച് ഓരോരുത്തർ എന്ത് ചെയ്യുന്നു, ഓരോ രീതിയിലുള്ള വസ്ത്രങ്ങളാണല്ലോ ധരിക്കുന്നത്. അതുപോലെ ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചും അവിടുത്തെ ആ ഒരു കാലാവസ്ഥ അനുസരിച്ചും ആളുകൾ വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട്. ഇനി ഈ കലാരൂപങ്ങളിലായാലും എന്തുകൊണ്ട് ഈ വസ്ത്ര വൈവിധ്യമുണ്ട്. കഥകളിയിലായാലും കുച്ചിപ്പിടിയിലായാലും മോഹിനിയാട്ടത്തിലായാലും ഒപ്പനയിലായാലും നാടകത്തിലായാലും ഒക്കെ ചവിട്ട് നാടകത്തിലായാൽ പോലും ഒക്കെ ഇത്തരത്തിലുള്ള വസ്ത്ര വൈവിധ്യം എല്ലാ തരത്തിലും ഉണ്ട്. ഇനി തിരുവിതാംകൂറിലെ വസ്ത്രവൈവിധ്യവും ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. തെക്കൻ കേരളത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിൽ ചെറിയൊരു ഭാഗവും ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായ കന്യാകുമാരി ജില്ലയും ഉൾപ്പെട്ട നാട്ടുരാജ്യമായിരുന്നു. തിരുവിതാംകൂർ 18-ാം നൂറ്റാണ്ട് പകുതിയോടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂർ നാട്ടുരാജ്യം വിസ്തൃതി പ്രാപിച്ചത്. 1956 കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഈ നാട്ടുരാജ്യം കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായി. അപ്പോൾ മേൽമുണ്ട് സമരം 19-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. മേൽമുണ്ട് സമരം എന്താണ്? 19-ാം നൂറ്റാണ്ട് തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം. അക്കാലത്ത് ഉയർന്ന ജാതി പറയപ്പെട്ട സ്ത്രീകൾക്ക് മാത്രമേ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. താഴ്ന്ന ജാതിക്കാർക്കായി കരുതപ്പെട്ടിരുന്ന വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് മേൽജാതിക്കാരുടെ മുന്നിൽ മാറുപറയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ 19-ാം നൂറ്റാണ്ടിൽ ആദ്യ കാലഘട്ടത്തിൽ ഈ അവകാശം നേടിയെടുക്കുന്നതിന് നടത്തിയ സമരമാണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്. ഏത് നൂറ്റാണ്ടിലാണ്? 19-ാം നൂറ്റാണ്ടിലാണ്. ഇനി ഗാന്ധിയും ചർക്കയും നൂൽപ്പും വിദേശ വസ്ത്ര ബഹിഷ്കരണവും ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി. ചർക്കയിൽ നൂൽനൂറ്റുണ്ടാക്കുന്ന ഗാന്ധി വസ്ത്രങ്ങൾ ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ച് ഗാന്ധി വസ്ത്രങ്ങൾ ധരിക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇത്തരത്തിൽ സ്വദേശി വസ്ത്രങ്ങൾ നിർമ്മിച്ച് ഉപയോഗിച്ചുകൊണ്ട് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുന്നതിന് ഗാന്ധിജി ആവശ്യപ്പെടുകയുണ്ടായി. അതിപ്പോൾ ഗാന്ധിയൻ സമരമാർഗങ്ങളുടെ ഒരു ഭാഗമാണല്ലോ ഗാന്ധി വസ്ത്രങ്ങളൊക്കെ എന്ന് പറയുന്നത്. വസ്ത്രത്തെയും വസ്ത്രധാരണത്തെയും സമുരായുധമാക്കിക്കൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന പ്രക്ഷോഭമാക്കി മാറ്റി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ
സ്വദേശി പ്രസ്ഥാനത്തിന് പ്രതീകമായി ചർക്ക മാറി. ഖാദി വസ്ത്രം ധരിക്കലും ഖാദി തൊപ്പി അണിയിലും ദേശാഭിമാനത്തിൻ്റെ അടയാളമായി മാറുകയായി. ഇനി സ്വദേശി പ്രസ്ഥാനവും ഖാദി പ്രസ്ഥാനവും നമുക്ക് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി 1905 ഓഗസ്റ്റ് 7-നാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അപ്പോൾ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാണ്? 1905 ഓഗസ്റ്റ് 7-ാം തീയതിയാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾക്ക് ഉൽപ്പാദനവും ഉപയോഗവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച് ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി 2015 മുതൽ ഇന്ത്യയിൽ ആചരിച്ചു വരുന്നു. അപ്പോൾ ഓഗസ്റ്റ് 7 ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ദേശീയ കൈത്തറി ദിനമാണ്. എന്താണ് ഓഗസ്റ്റ് 7-ൻ്റെ പ്രത്യേകത? ദേശീയ കൈത്തറി ദിനമാണ്. 2015 മുതലാണ് ഈ ദേശീയ കൈത്തറി ദിനമായിട്ട് ഇത് ആചരിച്ചു വരുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി 1905 ഓഗസ്റ്റ് 7-നാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഇനി അടുത്തത് ഖാദി പ്രസ്ഥാനം നോക്കാം. 1918 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖാദി പ്രസ്ഥാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഖാദിക്ക് സവിശേഷ സ്ഥാനമുണ്ട്. ഖാദി പ്രസ്ഥാനം ശക്തമായതോടെ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ചർക്കയുടെ ശബ്ദമുയർന്നു. ഖാദി വസ്ത്രത്തിൻ്റെ പ്രചാരണം ഇന്ത്യയിലുടനീളം വ്യാപകമായി. അപ്പോൾ 1918 ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനത്തിന് ഏതാണ്? അത് ഖാദി പ്രസ്ഥാനമാണ്. ഇനി എന്താണ്? സൗന്ദര്യ സങ്കല്പങ്ങളെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഇപ്പോഴത്തെ വസ്ത്ര അലങ്കാര രീതികളൊക്കെ ഒരുപാട് തരത്തിൽ മാറിയിട്ടുണ്ടല്ലേ. സിനിമകൾ, സാമൂഹ്യ മാധ്യമം തുടങ്ങിയവയൊക്കെ വസ്ത്രങ്ങളിൽ ഒരുപാട് തരത്തിലുള്ള ഫാഷനുകളായാലും ഫാഷൻ ഡിസൈനുകളായാലും എംബ്രോയിഡറി ആയാലും ഒത്തിരി തരത്തിലുള്ള മാറ്റങ്ങൾ കാലാകാലങ്ങളിൽ നിന്ന് വസ്ത്രമേഖലകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി വസ്ത്രനിർമ്മാണ രംഗത്തെ തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണ്? തുന്നൽ, വസ്ത്രാലങ്കാരം, എംബ്രോയിഡറി, ഡിസൈനിങ്, ചായം മുക്കൽ, നൂൽപ്പ്, നെയ്ത്ത് എന്നൊക്കെ പറയുന്നതാണ് വസ്ത്രനിർമ്മാണ രംഗത്തെ തൊഴിൽ മേഖലകളാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഈ പറഞ്ഞു വെക്കുന്നത്. വസ്ത്രത്തിൻ്റെ പ്രാധാന്യം, ഓരോ കാലഘട്ടങ്ങളിലുണ്ടാകുന്ന മാറ്റം, അതുപോലെ ചണം, പരുത്തി, പിന്നെ എന്താണ് നമ്മൾ നോക്കിയത് കൃത്രിമ നാരുകൾ, അതുപോലെ തന്നെ എന്താണ് പ്രകൃതി നേരിട്ടെടുക്കുന്ന നാരുകൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ എന്താണ് ഖാദി വസ്ത്ര നിർമ്മാണം തുടങ്ങി മാറുമറയ്ക്കൽ സമരം, അങ്ങനെ കുറച്ച് പോയിന്റുകൾ മാത്രമേ ഈ ഒരു ചാപ്റ്ററിലുള്ളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മളിന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായി കാണാം. അങ്ങനെ നമുക്ക്